നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് സീരീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ആ ഒരു സീസണാണല്ലോ, മഴയും വിഴിഞ്ഞുമാണ് ഇപ്പോഴത്തെ ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് പറയുന്നത്. അപ്പം അതിലൂന്നി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ മഴയില്ല, ഇവിടെ വികസനമാണുള്ളത്. വികസനം എന്ന് പറയുന്നത് ഇപ്പോൾ വിഴിഞ്ഞമാണ്. വിഴിഞ്ഞത്തെ കേന്ദ്രീകരിച്ച് പല പുതിയ പദ്ധതികളും വരുന്നുണ്ട്. അതിനെല്ലാം ചുക്കാൻ പിടിക്കാനായിട്ടാണ് ഇപ്പോൾ ക്രൂയിസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. നമുക്കറിയാം, ഒരു നാട്ടിൽ ക്രൂയിസ് കൂടെ വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലേക്ക് ഒട്ടനവധി കാശ് ഡോളേഴ്സായിട്ടും അല്ലെങ്കിൽ വിദേശ നാണയമായിട്ടും ഒഴുകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നാടിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആൾക്കാർ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യും. ആ സ്പെൻഡിങ് ഇവിടെ വന്ന് പുറത്തുള്ള ആൾക്കാർ വന്ന് കൂടുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മാറും. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൂറിസം വളരെയധികം ഡെവലപ്പ് ചെയ്യാനൊരു പോസിബിലിറ്റിയാണ് ഇനി കാണുന്നത്. ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് നമുക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ക്രൂയിസ് ഷിപ്പ് സെറ്റപ്പ് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലേക്കുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഏകദേശം 10ഓളം കമ്പനികൾ ഇതിനെ താല്പര്യപ്പെട്ട് വന്നിട്ടുണ്ട്. ഒരു ക്രൂയിസ് ടൂറിസം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് തുടങ്ങാനായിട്ടാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതാണ് അറിയാൻ സാധിച്ചത്. ഈ വീഡിയോ വരുമ്പോൾ ചിലപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാകും. ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു ജൂലൈ 19 തീയതിയാണ്. ജൂലൈ 19 ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും ഈ വീഡിയോ വരുമ്പോഴത്തേക്കും. കാരണം നമ്മൾ പല വീഡിയോസ് പല ഘട്ടങ്ങളിലായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ചില വീഡിയോസ് ലേറ്റാവും. നമ്മൾ സമയം കിട്ടുമ്പോൾ ചിലപ്പോൾ 2-3 വീഡിയോസ് ഒരു ദിവസം ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഷെഡ്യൂളിങ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ലേറ്റാവും. അപ്പോൾ ഈ ഒരു ജൂലൈ 19 ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കേട്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാതെ വയ്യ. കാരണം നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ വലിയ വലിയ കമ്പനീസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. മാനുഫാക്ചറിങ് ആണ്, നമ്മൾ മെയിൻലി മാനുഫാക്ചറിങ് വരണം എന്നാണ് എല്ലാവരും കിടന്ന് വിളിക്കുന്നത്. പക്ഷേ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് വിഴിഞ്ഞം വരുന്നതോട് കൂടിയിട്ട് ഏറ്റവും ആദ്യം ടോപ്പ് നോച്ചിൽ നിൽക്കുന്നൊരു സംഗതി ടൂറിസമാണ്. നമ്മളെ നാടെന്ന് പറഞ്ഞാൽ ടൂറിസത്തിന് വേണ്ടി പ്രകൃതിദത്തമായി ഉണ്ടായ ഒരു നാടാണ്. ആ നാടിനെ നമ്മൾ വേണ്ടവണ്ണം ഇതുവരേക്കെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. നമ്മളിവിടെ എന്ത് കൊണ്ടുവന്നാലും ടൂറിസം ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നാലും അതിന് എന്തെങ്കിലുമൊക്കെ പാരവെപ്പ്. ഇപ്പം പാരവെപ്പാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. നമ്മളെ വീഡിയോയിലും ഇപ്പം പാരവെപ്പിനെ പറ്റി പല വീഡിയോസിലും നമ്മൾ പ്രതിപാദിക്കാറുണ്ട്. പക്ഷേ ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുറേ പ്രകൃതിവാദികൾ വരും, പിന്നെ കുറേ മറ്റ് ആൾക്കാർ വരും, വീട് പോകുന്നവർ വരും, വീട് പോകാത്തവർ വരും. എല്ലാവരും വന്ന് ആകപ്പാടെ ഒരു മസാല മൂവി, ഒരു ഫ്ലോപ്പ് മൂവിയുടെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ പലതും പോകുന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടൂറിസമാണ്. നമ്മുടെ മലനാടായിരുന്നാലും ഇടനാടായിരുന്നാലും തീരദേശമായിരുന്നാലും എല്ലാം ടൂറിസത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടവയാണ്. നമ്മൾ ഒരു ക്യാമറ എടുത്ത് നമ്മുടെ കേരളത്തിൽ എങ്ങോട്ട് വെച്ചാലും അതൊരു സൂപ്പർ ഫ്രെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നാട്ടിൽ നമ്മൾ ലോകത്തിൻ്റെ പല സ്ഥലത്തും പോയിട്ട് വാവ് എന്ന് പറയാറുണ്ട്. നമ്മുടെ കേരളം എന്ന് പറയുന്ന നമ്മൾ ജനിച്ച സ്ഥലം നമ്മൾ ഒരിക്കലും കാണാറില്ല. നമ്മുടെ കേരളത്തിൻ്റെ സൗന്ദര്യം എത്ര പേര് പൂർണ്ണമായിട്ടും ആസ്വദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമായിരിക്കും. കുറച്ച് പേരൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം. നമ്മളെ നാട്ടിലെ ടൂറിസത്തെ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. സർവീസ് സെക്ടറൊക്കെ മറ്റൊരു സംഗതിയാണ്. അതെല്ലാം വേണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. മാനുഫാക്ചറിങ് വരുന്നെങ്കിൽ വരട്ടെ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ടൂറിസം, നമ്മുടെ സർവീസ് സെക്ടർ, IT സെക്ടർ, ഇതൊക്കെയാണ് നമ്മൾ വിഴിഞ്ഞത്തെ മുൻനിർത്തി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വിഴിഞ്ഞവും അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിലുള്ള പോർട്ട് പോലെ അല്ല. തിരുവനന്തപുരം വിഴിഞ്ഞത്തെയും വലിയ പോർട്ടുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കുറേ പോർട്ടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കൊല്ലമുണ്ട്, ബേപ്പൂറുണ്ട്, അഴീക്കലുണ്ട്. ഇതിനെയെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു ക്രൂയിസ് ടൂറിസം ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിലെ ക്രൂയിസ് ടൂറിസം എന്ന് പറയുന്നത് അധികം പോപ്പുലർ അല്ല. ഈ അടുത്തിടയ്ക്ക് എന്തോ ആണ് നമ്മുടെ മുംബൈ ബേസ്ഡായിട്ട് കോർഡീലിയ എന്ന് പറഞ്ഞൊരു കപ്പൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മുടെ റോയൽ കരീബിൻ്റെ പഴയൊരു കപ്പൽ വാങ്ങിച്ച് അവർ ചെയ്യുന്നതാണ്. അത് ഫേമസ് ആയത് തന്നെ നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ മകൻ്റെ കേസുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഭയങ്കര അധികം ഹൈപ്പ് അതിന് വന്നത്. പിന്നെ അല്ലാതെ കുറച്ച് ഹൈപ്പായിട്ട് അവരും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ US കാണുന്ന പോലെ, യൂറോപ്പിൽ കാണുന്നത് പോലെ, ഒരു ഈവൻ സിംഗപ്പൂരിൽ വളരെ നല്ല കപ്പൽ സർവീസുകൾ വരും കേട്ടോ. ആ കപ്പലെല്ലാം നമുക്കിവിടെ എത്തിക്കാൻ സാധിക്കണം. ഇപ്പോൾ തുടക്കത്തിൽ ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്ത്, അതായത് നമ്മുടെ കേരളത്തിനകത്ത്, പിന്നീട് നമുക്ക് പതുക്കെ ലക്ഷദ്വീപിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത്, പിന്നെ അത് നമ്മൾ മുംബൈയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റേൺ സൈഡിലെ പോർട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ അയൽവക്കത്തുള്ള ശ്രീലങ്കയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൂറിസം എന്ന് പറയുന്ന സംഗതി പെട്ടെന്ന് റോക്കറ്റ് പോകുന്ന വേഗത്തിൽ അങ്ങ് വളരും.
പക്ഷേ അതിന് ശരിയായിട്ടൊരു ദിശ വേണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് മെഷേർഡായിട്ടുള്ള രീതിയിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈവൻ നമുക്ക് ഈസ്റ്റേൺ സൈഡിൽ വരുന്ന വലിയ ക്രൂസ് ഷിപ്പുകളെ പോലും നമ്മുടെ കൊച്ചു കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ആകർഷിക്കാനായിട്ട് സാധിക്കും. നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് ഒട്ടനവധി ഡിഫറെൻറ്റ് കൾച്ചറുള്ളൊരു സംഗതിയാണ്. പലരും നമ്മൾ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഗേറ്റ് വേ മുംബൈ ആണെന്ന് പറയുന്നു. ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് നമ്മുടെ കപ്പലുകൾ വരുമ്പോൾ നമ്മുടെ പേര് തന്നെ ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരും. ആ ഒരു വിളിപ്പേര് തന്നെ എന്ന് പറഞ്ഞാൽ ആരും പൊങ്കാലിടാൻ വരുന്നത് ഇപ്പോഴും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മുംബൈ തന്നെയാണ്. പക്ഷേ ഭാവിയിൽ അത് തിരുവനന്തപുരം ആയിക്കൂടെ, അല്ലെങ്കിൽ നമുക്ക് മാറ്റിക്കൂടെ? എല്ലാ ടൂറിസത്തിൻ്റെയും അല്ലെങ്കിൽ കപ്പലുകളും എല്ലാം നമ്മുടെ അത് ചരക്കായിരുന്നാലും പാസഞ്ചർ ആയിരുന്നാലും വരുന്നത് നമ്മുടെ ഇവിടെ കൂടെ. ആദ്യം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ആദ്യം വന്ന് കാണുമ്പോൾ നമ്മൾ അവരുടെ മുന്നിലേക്ക് വെക്കുന്ന ആ സൗകര്യങ്ങളും അതേപോലെ തന്നെ ആ ഫെസിലിറ്റീസും എല്ലാമായിരിക്കും അവർ ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടെ ആകർഷിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു പോർട്ട് ഈ ഒരു ചെറിയ സ്ഥലത്ത് മാത്രമല്ല, വലിയ എനോർമസ് ആയിട്ട് ഇന്ത്യ മുഴുവനും ആ ഒരു അലയൊളികൾ നിങ്ങൾക്ക് ഭാവിയിൽ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ലോക്കലി സെറ്റപ്പ് ചെയ്യുക, പിന്നെ നമുക്ക് പതിയെ നമ്മളടുത്തുള്ള ഇൻ്റർനാഷണൽ കൺട്രിയായ ശ്രീലങ്കയിലോട്ട് പോവുക, അത് കഴിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുക. അപ്പോൾ ഒത്തിരി പേര് നമുക്ക് ഇങ്ങോട്ടേക്ക് ആകൃഷ്ടരായിട്ട് വരും. അപ്പോൾ ഒത്തിരി ടൂർ പാക്കേജസും ടൂർ ഓപ്പറേറ്റേഴ്സും കപ്പലുകളും ഹ്യൂമങ്കസ് ആയിട്ടുള്ള നമ്മുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ ഷിപ്പായ ഐക്കൺ ഓഫ് ദ സീസ് നമ്മുടെ ഇവിടെ വരണമെന്നാണ്. അതേപോലെ തന്നെ അങ്ങനെയുള്ള ഭീമാകാരനായിട്ടുള്ള എനോർമസ് ആയിട്ടുള്ള കപ്പലുകൾ വന്ന് ആൾക്കാർ ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളെ എക്കണോമി തനിയെ ഗ്രോത്ത് ആവും. അപ്പോൾ ഇതിനു പുറമെ ഇൻലാൻഡ് വാട്ടർ വേസും ക്രൂയിസും അതേപോലെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള സംഗതികളും ഈ മീറ്റിങ്ങിൽ പറയുമെന്നാണ് പറയപ്പെടുന്നത്. മിക്കവാറും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മീറ്റിങ്ങിൻ്റെ റിസൾട്ടെല്ലാം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടാകും. ഇത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ആ മീറ്റിംഗ് നമുക്കിത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. ഇപ്പോൾ ആ മീറ്റിംഗ് വിജയിച്ചു കഴിഞ്ഞാൽ വി ആർ ഓൾ ഹാപ്പി, അല്ലെങ്കിൽ അത് ഫെയിലായി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അടുത്ത ചാൻസ് അല്ലെങ്കിൽ അടുത്ത് വീണ്ടും നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ഒരു നിയർ ഫ്യൂച്ചറിൽ ഈ സംഗതികളെല്ലാം ഇവിടെ ഉണ്ടാവണം, ഇവിടെ വരണം. എന്നാൽ മാത്രമേ നമ്മുടെ നാടിന് പൂർണ്ണ അർത്ഥത്തിൽ നമ്മുടെ ആ പോർട്ടിൻ്റെ യൂസബിലിറ്റി അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് എന്ന ആപ്തവാക്യം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രേണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.